നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോ എന്തായിരുന്നു തോന്നിയത്? ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു പഠിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കൂടുതലും. കൂടുതലും എന്നല്ല, എല്ലാം നമ്മൾ DPP-യിലും ഡെയിലി ടെസ്റ്റ് DTS-നും GIB-ക്കും പിന്നെ ലാസ്റ്റ് LMRP-ക്കും എല്ലാം ചെയ്തു പഠിച്ചു വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്ക് എവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുമ്പോഴും നല്ല ടീച്ചേഴ്സാ, നല്ല സപ്പോർട്ടീവാ. പിന്നെ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്ത് ചെറിയ ഡൗട്ട് ആണെങ്കിലും അവർ പറഞ്ഞുതരും, ഒരു കുഴപ്പമില്ല. PP നമ്മൾ ലാസ്റ്റ് LMRP തുടങ്ങിയ സമയത്ത് DPP മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. പിന്നെ നമ്മൾ ജസ്റ്റ് ആ PYക്കും കൂടെ ചെയ്താൽ പിന്നെ ഒന്നും നോക്കാനില്ല, സെറ്റാണ്. ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഞങ്ങളപ്പോ കൊല്ലം വിട്ടു പോയിട്ടില്ല. കൊല്ലത്ത് നമ്മുടെ മറ്റൊരു ഫ്യൂച്ചർ ഡോക്ടർ ഇതാ, ആതിരക്കുട്ടി. ആതിരക്കുട്ടിക്ക് നല്ലൊരു വിജയമാണ് ഈ വർഷത്തെ നീറ്റ് എക്സാമിൽ ഉള്ളത്. നമ്മുടെ ഹൈബ്രിഡ് ബാച്ചിൽ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ റിപ്പീറ്റർ ആണ് അല്ലേ ആതിരക്കുട്ടി? അപ്പോൾ ആതിരയുടെ വിശേഷങ്ങൾ അറിയണം, എങ്ങനെയാണ് പഠിച്ച് നല്ലൊരു വിജയം കരസ്ഥമാക്കിയെന്ന് അറിയണം. അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പൊ ആതിരക്കുട്ടി വെൽക്കം. ഭയങ്കര ടെൻഷനാണ് ആതിരക്കുട്ടിക്ക്. ടെൻഷനൊന്നുമില്ല, പഠിച്ചിത്ര നല്ല മാർക്കൊക്കെ വാങ്ങിയില്ലേ, ഇനി എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോ എനിക്ക് അറിയേണ്ടത്, മോൾ എന്താ കോഴിക്കോടേക്ക് വന്നത്? കൊല്ലത്തുനിന്ന് അവിടേക്ക് വരാൻ എന്താ കാരണം? ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തത് ഓൺലൈൻ ആയിരുന്നു, സൈലത്തിൽ തന്നെ ആയിരുന്നു. അന്നേരം എനിക്ക് സൈലത്തിന് ആദ്യമേ +2 കഴിഞ്ഞ് ചേർന്നപ്പോഴേ എല്ലാവരും ഇങ്ങനെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പറഞ്ഞപ്പോൾ സൈലത്തിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഒരു വർഷവും കൂടെ പോകണമെന്ന് വെച്ചപ്പോഴും സൈലത്തിന് ഓൺലൈൻ ഞാൻ ആദ്യമേ 2 മാസം നന്നായിട്ട് പഠിച്ചെങ്കിൽ പിന്നെ അങ്ങ് ഉഴപ്പി. അതുകൊണ്ട് പോകുമ്പോ നല്ല നല്ല സ്ഥലം നോക്കി പോകണമെന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മെയിൻ ക്യാമ്പസ് കോഴിക്കോടാണല്ലോ, കോഴിക്കോട് തന്നെ പോവാന്ന് വെച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ പോണെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് എല്ലാരും സപ്പോർട്ടായിരുന്നോ? എല്ലാരും അങ്ങോട്ട് തന്നെ വിടാന്ന് പറഞ്ഞു. പിന്നെ മോള് ഹൈബ്രിഡ് സിസ്റ്റത്തിലല്ലേ പഠിച്ചത്, അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഹൈബ്രിഡ് സിസ്റ്റം ഞാൻ ആദ്യമേ പഠിക്കുന്ന ആദ്യം ഓൺലൈൻ ക്ലാസ് കാണും. ആദ്യം ഓൺലൈൻ ക്ലാസ് കണ്ടിട്ട് ഒരു ദിവസം നമ്മൾ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ട് സെക്കൻഡ് ഡേ അവിടെ പോകുമ്പോൾ ഒന്നുകൂടെ നമ്മൾ തലേന്ന് പഠിച്ചത് തന്നെ പിറ്റേന്ന് ഒന്നുകൂടെ പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് അത് നല്ലൊരു മെത്തേഡായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ ലാസ്റ്റ് മിനിറ്റ് ലേണറാണ്. ഓക്കെ, പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്നും പരീക്ഷ ഉണ്ടല്ലോ, അതുകൊണ്ട് രാവിലെ പരീക്ഷ എഴുതണം, അതിന് നല്ല മാർക്ക് വാങ്ങിക്കണം. അതുകൊണ്ട് നമ്മൾ എന്തായാലും തലേന്ന് എത്ര രാത്രി വരെ പ്രിപ്പയർ ചെയ്തിട്ട് പോകും. അപ്പൊ അവിടെ നമുക്ക് ഓരോ പരീക്ഷ കഴിയുമ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യില്ലേ, അപ്പൊ അത് കാണുമ്പോ എന്തായിരുന്നു ഫീലിംഗ്? അത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പഠിച്ച ഹാർഡ് വർക്കിനുള്ളത് റിസൾട്ടിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചേഴ്സ് അടിപൊളി ടീച്ചേഴ്സാ. എനിക്ക് എവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുമ്പോഴും നല്ല ടീച്ചേഴ്സാ, നല്ല സപ്പോർട്ടീവാ. പിന്നെ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്ത് ചെറിയ ഡൗട്ട് ആണെങ്കിലും അവർ പറഞ്ഞുതരും, ഒരു കുഴപ്പമില്ല. അത് നമ്മൾ കുഞ്ഞു ഡൗട്ട് ചോദിക്കുന്ന ആ ഒരു പാർഷ്യാലിറ്റി അങ്ങനെ ഒന്നുമില്ല, ഏത് ഡൗട്ട് ആണെങ്കിലും പറഞ്ഞു തരും. അപ്പൊ എല്ലാരും ഫ്രണ്ട്ലി ആയിരുന്നു. ഡൗട്ട് ക്ലിയറൻസിന് പോകുമ്പോഴും നന്നായിട്ട് എല്ലാം മനസ്സിലാക്കി തന്നെ പറഞ്ഞുതരും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കും, ഇത് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരും. ഇപ്പൊ മോള് ഇപ്പൊ ഭയങ്കര ടെൻഷൻ ഉള്ള ആളാണല്ലോ, അപ്പൊ മിസ്സിനെ കാണുമ്പോ തന്നെ വേർത്താകെ ടെൻഷൻ ആയില്ലേ? അപ്പൊ ഇപ്പൊ എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇടയ്ക്ക് ഡിപ്രഷൻ പോലെ വരും അല്ലെ, പെട്ടെന്ന് ടെൻഷൻ വരും, ആങ്സൈറ്റി വരും. അങ്ങനൊക്കെ വന്നപ്പോ സൈലത്തിലുള്ളവര് മോളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തത്? എന്റെ മെന്റേഴ്സും വാർഡനും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം വീട്ടിൽ വിളിക്കുന്നുള്ളു, ബാക്കി എല്ലാ സമയവും നമ്മുടെ കൂടെ നമ്മുടെ ചേച്ചിമാരും നമ്മുടെ അമ്മമാരും എല്ലാം ആയിട്ട് മെന്റേഴ്സും വാർഡനും. എന്റെ വാർഡൻ മിസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ എന്ത് വിഷമം വന്നാലും അവിടെ ഓടി ചെല്ലുമ്പോ നമ്മൾ തിരിച്ച് സന്തോഷത്തോടെ ഇറങ്ങി വരത്തുള്ളൂ. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അവരൊക്കെ. പിന്നെ കൂടെയുള്ള ഫ്രണ്ട്സും ഒക്കെ? റൂംമേറ്റ്സ് 7 പേരും സ്വന്തം സിസ്റ്റേഴ്സിനെ പോലായിരുന്നു. എനിക്ക് അതിന് മുന്നേ ഞാൻ 1 മാസം ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്തപ്പോ അന്ന് കിട്ടാത്തല്ല, അന്ന് അതിലും നല്ല റൂംമേറ്റ്സ് എനിക്ക് ഇപ്രാവശ്യം കിട്ടി. സ്വന്തം സിസ്റ്റേഴ്സിനെ പോലെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. കുറച്ച് ഡൗൺ ആവുമ്പോ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ. അപ്പൊ അതുപോലെ എനിക്കറിയാം, ഈ എൻട്രൻസ് കോച്ചിങ്ങിലൊക്കെ നമ്മൾ പൊതുവെ കേൾക്കുന്നതാണല്ലേ, ഭയങ്കര പ്രഷറാണ്, ഭയങ്കര ടെൻഷനിൽ പഠിക്കണം അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെ എക്സാം എഴുതിക്കൊണ്ടേയിരിക്കണം, കുറെ ക്വസ്റ്റ്യൻ ചെയ്യണം, അങ്ങനെ ഒരു പ്രഷറിൽ പഠിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പം മോൾക്ക് എന്താ ഫീൽ ചെയ്തത് സൈലത്തിന്റെ മോട്ടോ തന്നെ പ്രഷർ ഫ്രീ എൻവയോൺമെന്റ്, സ്ട്രെസ് ഇല്ലാത്ത ഒരു രീതിയാണ്. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് CEO അനന്ത് സാറ് വരുമല്ലോ ക്ലാസ്സിൽ, അന്നേരം സ്ട്രെസ് വേണ്ട, അത്യാവശ്യം സ്ട്രെസ് വേണം,
പഠിക്കണം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി സ്ട്രെസ് വേണം, അല്ലാണ്ട് ഒരു സ്ട്രെസ്സും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സ്ട്രെസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ, എന്തിനാണ് അത് അല്ലേ? കാരണം നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടൂലേ അല്ലേ? അത് നോക്കുമ്പോ മനസ്സിലായില്ലേ. പിന്നെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോ എന്തായിരുന്നു തോന്നിയത്? ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു പഠിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കൂടുതലും. കൂടുതലും എന്നല്ല, എല്ലാം നമ്മൾ DPPയിലും ഡെയിലി ടെസ്റ്റ് DTSനും GIBക്കും പിന്നെ ലാസ്റ്റ് LMRPക്കും എല്ലാം ചെയ്തു പഠിച്ചു വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ. ചെയ്യാൻ പറ്റി. പിന്നെ മോള് ഇപ്പം റിപ്പീറ്റർ ആണല്ലോ, അപ്പോ ഏറ്റവും കൂടുതൽ മോൾ എന്തെങ്കിലും ഒരു പഠന രീതി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അതായത് ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഒക്കെ എനിക്ക് പറ്റിയത് എന്താണ്, എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിപ്പോയത്, അപ്പൊ എന്താണ് ഞാൻ എന്റെ പഠനത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതെന്ന് മോൾ ഐഡന്റിഫൈ ചെയ്തിരുന്നോ? ഫസ്റ്റ് ഇയർ ഞാൻ പഠിച്ചപ്പോ വീട്ടിലായോണ്ട് കുറച്ച് അഴപ്പായിരുന്നു. ഞാൻ മേളത്തെ നിലയിൽ തന്നെ ഇരുന്ന് പഠിക്കും. അന്നേരം കുറച്ച് എനിക്ക് ഉറക്കത്തിന്റെ നല്ല പ്രശ്നമുണ്ട്, കൂടുതൽ നേരം ഉറങ്ങിപ്പോയായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോ നമ്മൾ പിറ്റേ എന്തായാലും ക്ലാസ്സിൽ പോകണമല്ലോ. ഈ പറഞ്ഞ പോലെ DTS എഴുതുന്നതുകൊണ്ട് നമ്മൾ അതിന് തലേന്ന് എല്ലാം പഠിച്ചു തീർക്കും. എത്ര രാത്രി വരെ ഇരുന്നാലും പഠിച്ചു തീർക്കും. അതുകൊണ്ട് ഉറക്കത്തിന്റെ കാര്യത്തില് ഒരുപാട് മാറ്റം വരുത്താൻ പറ്റി. അതുപോലെ സബ്ജക്റ്റിന്റെ കാര്യത്തിലാണെങ്കിലോ മോൾക്ക് ബേസിക്സ് അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഓർഗാനിക് ഒട്ടും അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തപ്പോഴും +1 +2 പഠിച്ചപ്പോഴും ഒന്നും ഓർഗാനിക് തീരെ അറിയില്ലായിരുന്നു. ഇപ്പോഴും ഈ വർഷം തുടങ്ങിയപ്പോഴും ഞാൻ ഓർഗാനിക് എങ്ങനെ പഠിക്കുമെന്നായിരുന്നു എനിക്ക് പേടി. പക്ഷെ ലാസ്റ്റ് എക്സാമിന് ഓർഗാനിക് ഫുള്ള് ശരിയായി. എല്ലാ ഓർഗാനിക് നന്നായിട്ട് എഴുതാൻ പറ്റി. ഓർഗാനിക് നമ്മൾ അവിടെ GOC1 GOC2 അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ബേസിക്സും കുഞ്ഞു കാര്യം മുതൽ എല്ലാം പറഞ്ഞു തരുമായിരുന്നു. ഓക്കെ, അങ്ങനെ എല്ലാം ബേസിക്സ് ക്ലിയർ ആയി. ഓക്കെ, പിന്നെ നമ്മുടെ ക്യാമ്പസിലേക്ക് വരുമ്പോഴേക്കും ക്യാമ്പസിലെ ഒരു ലൈഫും എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമ്പസിൽ എക്സ്പീരിയൻസ്, ക്യാമ്പസിൽ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ലാത്ത രീതിയിലുള്ള ക്ലാസ് റൂംസ്, പിന്നെ നമ്മൾ ടീച്ചേഴ്സ് ഒക്കെ ടാബ് വെച്ചൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മിനിമാർട്ടുണ്ട്. മിനിമാർട്ടിൽ നമ്മൾ ഓരോ ബ്രേക്ക് ആകുമ്പോൾ ഓടും സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, സൈലത്തിന്റെ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാ മോള് യൂസ് ചെയ്തത്? സൈലത്തിന്റെ DPP കഴിഞ്ഞ ഫസ്റ്റ് ഇയർ ഞാൻ പഠിക്കുമ്പോ DPP ഇല്ലല്ലോ, അതുകൊണ്ട് നോട്ട് എഴുതണം, നമ്മൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട, അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം DPP വരുന്നോണ്ട് നമുക്ക് NCERT പ്രത്യേകിച്ച് വായിക്കണ്ട. NCERT ബേസ്ഡ് ആണ്. NCERT ഒന്നും വായിച്ചില്ലേലും നമുക്ക് നീറ്റിന് ഫുൾ മാർക്ക് വാങ്ങിക്കാം. അത്ര തരത്തില് നമ്മൾ DPPയിൽ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. DPP നമ്മൾ ലാസ്റ്റ് LMRP തുടങ്ങിയ സമയത്ത് DPP മാത്രം പഠിച്ചോണ്ട് പോയാൽ മതി. പിന്നെ നമ്മൾ ജസ്റ്റ് ആ PYQം കൂടെ ചെയ്താൽ പിന്നെ ഒന്നും നോക്കാനില്ല, സെറ്റാണ്. അത്ര പവർഫുൾ ആയിരുന്നു. ഓക്കെ, പിന്നെ എക്സാമുകൾ കുറെ എഴുതിയില്ലായിരുന്നു നിങ്ങൾ? മോക്ക് എക്സാമുകൾ ഡെയിലി ടെസ്റ്റ് മുതൽ പിന്നെ ഗ്രാൻഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, GIB ഉണ്ടായിരുന്നു. അപ്പൊ ഈ എക്സാമുകളുടെ ഒക്കെ എക്സ്പീരിയൻസ് പറയാമോ? എക്സാം ലാസ്റ്റ് എത്തിയപ്പോൾ എക്സാമിനെ പേടിയില്ലായിരുന്നു. ഫസ്റ്റ് ഡേ മുതൽ DTS എന്നും പറഞ്ഞിട്ട് നമ്മൾ DTS എഴുതും, ചാപ്റ്റർ വൈസ് എഴുതും. പിന്നെ GIBക്ക് ഇങ്ങനെ ചാപ്റ്റേഴ്സ് കൂട്ടി GIBക്ക് എഴുതും. ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് LMRP എല്ലാ ദിവസവും 720ക്ക് നമ്മൾ എഴുതി ലാസ്റ്റ് മോക്ക് എക്സാം ഫുൾ സിലബസ് വന്നപ്പോ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ജസ്റ്റ് കൂളായിട്ട് പോയി എഴുതി വരിക, അങ്ങനെ. അപ്പൊ ആ ഒരു ടെൻഷൻ ഫ്രീ ഇത് മോൾക്ക് നീറ്റ് എക്സാം ഹാളിലും ഫേസ് ചെയ്തു എന്നാണ് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്? അതായത് നീറ്റ് എക്സാം ഹാളില് ജസ്റ്റ് ആ റിയൽ എക്സാമിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ലാണ്ട് ക്വസ്റ്റ്യൻ കണ്ടപ്പോ ഓക്കെ ആയില്ലേ? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. അപ്പം ഏറ്റവും കൂടുതൽ മോക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്തായിരുന്നു? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഓർഗാനിക് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ +1 മെക്കാനിക്സ് ഇത്തിരി പ്രശ്നമായിരുന്നു, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലേ? ഓക്കെ, അപ്പൊ ഏത് കോളേജിൽ പഠിക്കണം എന്ന് ആഗ്രഹം? ഫസ്റ്റ് ഡൽഹി എയിംസ് ആയിരുന്നു. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും. ഓക്കെ, അപ്പൊ മോൾക്ക് ഇഷ്ടമുള്ള കോളേജ് തന്നെ കിട്ടട്ടെ അല്ലെ? അലോട്ട്മെന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാലോ എവിടെയാ കിട്ടിയെന്നുള്ളത്. എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം കേട്ടോ ഏത് കോളേജിലാണ് ഉള്ളതെന്ന്. അപ്പോ ആതിരയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങോട്ട് ഒരുപാട് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് വരാൻ വേണ്ടി ഇരിക്കുന്നുണ്ടല്ലോ, അവരോട് എന്താ നമുക്ക് പറയാനുള്ളത്? മോളെ പോലെ തന്നെ ഭയങ്കര ടെൻഷനും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടാവും. ബേസ് അറിയില്ല, ടെൻഷൻ വരും, വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാൻ മടി, അങ്ങനെയൊക്കെ ഉള്ള കുറെ പേരുണ്ടാവും. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് ഒന്നും പേടിക്കണ്ട, സൈലം ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് പഠിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്.
എത്ര ബേസ് ഇല്ലാത്തവരെ നമ്മൾ കുഞ്ഞു കാര്യം മുതൽ ഫണ്ടമെൻ്റൽസ് മുതൽ അവർ പഠിപ്പിച്ചു തരും. ഒന്നും പേടിക്കേണ്ട. വീട്ടിലില്ലാ ഒന്ന് നമുക്ക് തോന്നത്തേയില്ല ഈ ഒരു വർഷം. നമ്മുടെ മെൻറ്റേഴ്സും നമ്മുടെ വാർഡൻസും എന്ത് വിഷമമുണ്ടെങ്കിലും അവരുടെ അടുത്ത് നിന്നാൽ അവർ നമ്മളെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്കെല്ലാം പറഞ്ഞു തരികയും എല്ലാം ചെയ്യും. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് വന്നോ. സൈലോ ഇസ് ദ ബെസ്റ്റ്. താങ്ക് യു ഡിയർ. ഓൾ ദ വെരി ബെസ്റ്റ്.